എന്തിനാണ് അമേരിക്ക ഇങ്ങനെയൊരു സാഹസത്തിന് മുതിർന്നത്? ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് ലഹരി മരുന്ന് കടത്താണ്. മഡൂറോ ഒരു രാജ്യാന്തര മയക്കുമരുന്ന് മാഫിയയുടെ തലവനാണെന്നും ടൺ കണക്കിന് കൊക്കൈൻ അമേരിക്കയിലേക്ക് കടത്തുന്നു എന്നുമാണ് അമേരിക്കൻ കോടതിയിലെ കുറ്റപത്രം പറയുന്നത്. കാർട്ടൽ ഓഫ് ദ സൺസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഘം അമേരിക്കൻ സമൂഹത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അമേരിക്കയുടെ ആരോപണം. രണ്ടാമത്തേത് ജനാധിപത്യം അട്ടിമറിച്ചു എന്നതാണ്. 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ മഡൂറോ തോറ്റുവെന്നും എന്നാൽ അധികാരം ഉപയോഗിച്ച് ഫലം അട്ടിമറിച്ചുവെന്നുമാണ് പ്രതിപക്ഷവും അമേരിക്കയും ഒരുപോലെ ഇരുന്ന് ആരോപിക്കുന്നത്. വോട്ട് രേഖപ്പെടുത്തിയ രസീതുകൾ പരിശോധിച്ചപ്പോൾ പ്രതിപക്ഷ സ്ഥാനാർത്ഥി എഡ്മുണ്ടോ ഗോൺസാലസ് ആണ് ജയിച്ചതെന്ന് ലോകം അംഗീകരിച്ചിരുന്നു. അതിനാൽ മഡൂറോയെ ഒരു നിയമവിരുദ്ധ ഭരണാധികാരിയായാണ് അമേരിക്ക ഇപ്പോൾ കാണുന്നത്. എന്നാൽ ഇതിനുമൊക്കെ അപ്പുറത്ത് മറ്റൊരു വലിയ കാരണമുണ്ട്. അതാണ് കറുത്ത സ്വർണം അഥവാ എണ്ണ. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് വെനസ്വേല. മഡൂറോയുടെ ഭരണത്തിന് കീഴിൽ അവിടുത്തെ എണ്ണ ഉൽപാദനം കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. വെനസ്വേലയിലെ എണ്ണ സമ്പത്ത് നിയന്ത്രിക്കുക എന്ന ലക്ഷ്യം തനിക്കുണ്ടെന്ന് ട്രംപ് പരസ്യമായി മുൻപ് സമ്മതിച്ചിട്ടുണ്ട്. അമേരിക്കൻ കമ്പനികൾ അവിടെ എണ്ണ ഖനനം നടത്തിയാൽ ലോക വിപണിയിൽ എണ്ണവില കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. ഈ നടപടിയെ ലോകം എങ്ങനെയാണ് കാണുന്നത്? അമേരിക്കയുടെ ഈ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് റഷ്യയും ചൈനയും ഐക്യരാഷ്ട്രസഭയും ഒരേ സ്വരത്തിലാണ് പറയുന്നത്. റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ അടുത്ത സുഹൃത്തായിരുന്നു മഡൂറോ. റഷ്യ ഇതിനോടകം തന്നെ തങ്ങളുടെ ഒരു അന്തർവാഹിനിയെ ആ മേഖലയിലേക്ക് അയച്ച് അമേരിക്കയ്ക്ക് വേണ്ട മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ബ്രസീൽ, മെക്സിക്കോ തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഇതിൽ വലിയ ആശങ്കയാണ് പ്രകടിപ്പിച്ചത്. വീഡിയോയുടെ ആരംഭത്തിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇനി ഒരു ഉത്തരം പറയാം. ഈ വിഷയങ്ങളൊക്കെ നമ്മളെ, ഇന്ത്യയെ, ഈ കൊച്ചു കേരളത്തെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം നിർണായകമാണ്. വെനസ്വേലയിലെ എണ്ണപ്പാടങ്ങളിൽ ഇന്ത്യയുടെ ONGC കോടിക്കണക്കിന് രൂപയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഉപരോധങ്ങൾ കാരണം ഏകദേശം $1 ബില്യൺ കുടിശ്ശിക ഇന്ത്യക്ക് അവിടെ നിന്ന് കിട്ടാനുണ്ട്. അവിടെ സമാധാനം തിരിച്ചു വരികയും ഉപരോധങ്ങൾ മാറുകയും ചെയ്താൽ ഇന്ത്യക്ക് ആ പണം തിരികെ കിട്ടാനും വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനും സാധിക്കും. നിലവിൽ മഡൂറോയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഡെൽസി റോഡ്രിഗസ് ആണ് വെനസ്വേലയുടെ താൽക്കാലികമായ പ്രസിഡന്റ്. അവർ അമേരിക്കയുമായി സഹകരിക്കാൻ തയ്യാറാണെന്നാണ് സൂചന കൊടുത്തിരിക്കുന്നത്. എങ്കിലും തെരുവോരങ്ങളിൽ മഡൂറോ അനുകൂലികളായ സായുധ സംഘങ്ങൾ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. താൻ നിരപരാധിയാണെന്നും അമേരിക്ക തന്നെ തട്ടിക്കൊണ്ടുപോയതാണെന്നുമാണ് ന്യൂയോർക്ക് കോടതിയിൽ മഡൂറോ വാദിച്ചത്. ചുരുക്കത്തിൽ വെനസ്വേലയുടെ ഭാവി ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. മഡൂറോയുടെ പതനം ആ രാജ്യത്തിന് ജനാധിപത്യം തിരികെ നൽകുമോ അതോ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണകൂടം അവിടെ വരുമോ എന്ന് കണ്ടറിയണം. എണ്ണയ്ക്ക് വേണ്ടിയുള്ള വൻശക്തികളുടെ ഈ കളിയിൽ സാധാരണക്കാരായ വെനസ്വേലൻ ജനതയുടെ ജീവിതമാണ് സത്യത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. കയ്യൂക്കൊള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിലാണ് ഇന്നത്തെ ലോകത്തിന്റെ ക്രമം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകത്തെ തന്നെ തള്ളിവിടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാവുന്നതല്ല. ഇതെല്ലാം തന്നെ വലിയ ആശങ്ക ഉളവാക്കുന്ന വിഷയങ്ങളാണ്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ.